വിജയിച്ച കൃഷിയിടം, വിജയിച്ച ജീവിതം. മനസ്സിലുള്ളത് മണ്ണിൽ കാണുന്നവൻ മത്തായി കുന്നത്ത്. കഠിനാധ്വാനിയും ദീർഘദർശിയുമായ കർഷകൻ. കുന്നത്ത് കാഷ്യൂ നഴ്സറിയുടെ ഉടമയുമായ മത്തായി കുന്നത്ത് ഇന്ന് പ്രേക്ഷകരോട് സംവദിക്കുന്നു. കാണാം കൂടുതൽ കാഴ്ചകൾ, കേൾക്കാം കൂടുതൽ വിശേഷങ്ങൾ. ഇത് സെൻറ് ജോർജ് എന്ന കശുമാവാണ്. എൻ്റെ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ചാണത്. ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ പറമ്പിൽ നട്ടതാണ്. 2 വർഷം പ്രായം ആകുന്നേ ഉള്ളൂ. ഇതിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. 2ാം വർഷം ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 2ാം വർഷം തൊട്ട് കായ ആരംഭിക്കുന്നതാണ്. കശുമാവിൻ്റെ വലിപ്പം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിന് ഒത്തിരി സവിശേഷതകളുണ്ട്. അതായത് ജനുവരി ഏതാണ്ട് പകുതിയോടുകൂടി കാ തുടങ്ങിയാൽ മെയ് ലാസ്റ്റ് വരെ ഇതിൻ്റെ കാ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും. 2-3 പ്രാവശ്യമായിട്ട് പൂത്ത് കായ്ക്കുന്നവർ തന്നെയാണ് സെൻറ് ജോർജ് എന്ന് പറഞ്ഞാൽ. ഏതാണ്ട് 100 അണ്ടി മതി ഇതിന് 1 കിലോയ്ക്ക്. 10 ഗ്രാം വെച്ചുണ്ട്. ഞാൻ പലപ്പോഴും തൂക്കി നോക്കിയിട്ടുള്ളതാണ്. 100 അണ്ടിക്ക് 1 കിലോ വെച്ച് കിട്ടും. അതാണ് ഇതിൻ്റെ ഈ സെൻറ് ജോർജിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് ഇരിയാൻ വളരെ എളുപ്പമാണ്. വേണമെങ്കിൽ ഞാൻ സാമ്പിളൊന്ന് കാണിച്ചു തരാം. ഒരു ഇതിൻ്റെ തന്നെ അണ്ടി എടുത്ത് ഇരിച്ച് കാണിച്ചു തരാം. ഒരു പഴം കണ്ടോ. ഇത് തന്നെയല്ല, ഇതിൽ പഴത്തിൻ്റെ ഒരംശവും ഇല്ല. ആ രീതിയിലാണ് ഇത് ഉള്ളത്. മത്തായി ചേട്ടൻ ഈ മൾട്ടി റൂട്ട് രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുമാവ് തൈകൾക്കാണല്ലോ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. എന്താണ് മൾട്ടി റൂട്ട്? അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം വെച്ച് തന്നെ പറയാം. 2 കശുവണ്ടി 1 കവറിനകത്ത് പാകും. ഇത് വളർന്നു വരുമ്പോൾ അത് 2ഓടെ കൂട്ടി 1 കമ്പയിൽ ഒട്ടിക്കും. അപ്പം മരമായി വരുമ്പോൾ അത് മരം മേപ്പോട്ട് 1 ഉണ്ടാവുള്ളൂ. പക്ഷേ തായ് വേര് 2 ഉണ്ടാവും. അപ്പം അതിനോടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ 2 തായ് വേരുള്ളതുകൊണ്ട് ഇരട്ടി വളം വലിക്കും, വേരോട്ടം കൂടുതലൊക്കെ ഉണ്ടല്ലോ. അപ്പം കാറ്റ് പിടിച്ച് മറിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇരട്ടി വളർച്ചയും കിട്ടുന്നുണ്ട്. മരത്തിന് നല്ല കരുതുണ്ടാവും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ പറമ്പിൽ മുഴുവൻ JCBക്ക് കളച്ച് മാന്തി നട്ട കശുവാവാം. പക്ഷേ ഇതിനകത്ത് ഒന്നുപോലും മറിഞ്ഞു പോയിട്ട് കാണാൻ കഴിയില്ല. എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന 3 ഏക്കർ സ്ഥലമാണ്. ഇത് മുഴുവൻ റബ്ബറായിരുന്നു. ആ റബ്ബർ വെട്ടി മാറ്റി ഞാൻ കശുവാവ് നടുക ചെയ്തത്. അപ്പോൾ കശുവാവ് നടുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ JCBക്ക് മുഴുവൻ പറമ്പും കളച്ച് ഇളക്കി മൾട്ടി റൂട്ട് കശുവാവ് പിടിപ്പിക്കുക ചെയ്തത്. എൻ്റെ പറമ്പ് മുഴുവൻ ഇതാണ് സെൻറ് ജോർജും അതുപോലെ തന്നെ കാഷ്യൂക്ക് എന്ന് പറഞ്ഞാൽ 2 ഇനമുള്ളത്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ JCBക്ക് പണിയെടുത്തിട്ട് പോലും ഒന്നും പോലും മറിഞ്ഞു പോയിട്ടില്ല. എല്ലാം ഇങ്ങനെ നല്ല ബലമായിട്ട് തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് ചെറുപ്പത്തിൽ അഥവാ ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളൊരു കമ്പ് കുത്തി കിട്ടിയാൽ മാത്രം മതി. പിന്നീട് മറിഞ്ഞു പോകുന്നില്ല. പേരൊക്കെ സെക്സ് ആയി കഴിയുമ്പോൾ മറിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് വളർച്ച കൂടുതൽ, നല്ല വളർച്ചയും കാറ്റിന് പ്രതിരോധിക്കാനുള്ള കഴിവും ഈ മൾട്ടി റൂട്ടിനുണ്ട്. മൾട്ടി റൂട്ടാണ്. 1.5 വർഷം ഇതിന് പ്രായമുള്ളൂ. ഇതിൻ്റെ വളർച്ച കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വെച്ച മറ്റ് സിംഗിളായിട്ടുള്ള കശുമാവ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പകുതി പോലും വളർച്ച എത്തിയിട്ടില്ല. അത് ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയിൽ ഈ മൾട്ടി റൂട്ടിൻ്റെ സവിശേഷത എന്താണെന്ന് വളർച്ച കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സെൻറ് ജോർജ് അതുപോലെ കാഷ്യൂക്കിങ് ഈ എണ്ണം കശുമാവുടെ സവിശേഷത ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ പൊതുവെ തണ്ടുവരപ്പം പുഴുവിൻ്റെ ശല്യം തീരെ കുറവാണ്. അങ്ങനെ ഇല്ലെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ തേയിലക്കൊതിൻ്റെ ഉപദ്രവവും വളരെ കുറവാണ്. മറ്റു കശുമാവുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ മെച്ചമായിട്ട് പ്രതിരോധ ശേഷി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇത് മൾട്ടി റൂട്ട് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് ഞാനും ചേട്ടനും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പം മൾട്ടി റൂട്ടിൻ്റെ സവിശേഷതയൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടല്ലോ. 2 തൈവേരാണ്. അതിന് പെട്ടെന്ന് മറിഞ്ഞു പോവില്ല, ഇരട്ടി വളർച്ചയുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ സവിശേഷത. ഇത് ചെയ്യുന്ന വിധം എങ്ങനെയാണ്? ഇതിനെ 2നെയും കൂടെ കൂട്ടി ഇങ്ങനെ നമ്മൾ കെട്ടും. ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ കവർ ഇടുന്നതാണ്.
അപ്പോൾ ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ മുളച്ച് വരും. മുളച്ച് ഇല ഇതിനകത്ത് തിങ്ങി വരും. തിങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളത് ഊരും. ഇതിൻ്റെ ഇല മൂത്ത് കഴിയുമ്പം കൃഷിക്കാർക്ക് നടാൻ പാകത്തിനുള്ള രീതിയിലായിരിക്കും, അതിന് ആളുകൾക്ക് അത് വിതരണം ചെയ്യാനും ആയിരിക്കും. അപ്പോഴേക്ക് ഞങ്ങളുടെ കൃഷിയിടത്തിലുള്ള കശുമാവ് 90% ഈ കാശിക്കുന്നും സെൻറ്റ് ജോർജുമാണ്. അതിൽ നിന്നെടുത്ത കമ്പ് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ തൈകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം മൾട്ടി റൂട്ടും അതോടൊപ്പം തന്നെ സിംഗിൾ റൂട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് മൾട്ടി റൂട്ടിനാണ്. അപ്പം കേരളത്തിന് ഉള്ളിലും അതുപോലെ തന്നെ പുറത്തുനിന്ന് പോലും ഒരുപാട് ഓർഡർ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആളുകൾക്ക് ഒരുപാട് താല്പര്യമുണ്ട്. മൾട്ടി റൂട്ടിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ താല്പര്യത്തോടെ ഇരിക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ തക്കവണ്ണം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സംഗതി വളരെ കുറവാണ്. കുറച്ചുകൂടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ. മത്തായി ചേട്ടൻ ഈ കശുമാവ് കൃഷി ലാഭകരമാണോ? എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും കശുമാവ് കൃഷി ലാഭം തന്നെയാണ്. അതിനൊരു കാരണം ഞാൻ പറയാം. ഇന്നത്തെ വില വെച്ച് ഇന്ന് ഇപ്പം 130 മേളിൽ വിലയുണ്ട് കിലോയ്ക്ക്. യഥാർത്ഥ ഇതിന് വലിയ പണികൾ വരുന്നില്ല, വലിയ വളപ്രയോഗങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ ഒരു 2 വർഷം നന്നായിട്ട് സംരക്ഷിക്കാൻ കശുമാവ് കയറി വരും. അതിന് 1-2 വർഷം മാത്രം കാട് വായിക്കലും വളമിടലൊക്കെ ചെയ്താൽ തന്നെ കശുമാവ് കയറി വരും. പിന്നീട് വായിക്ക് കൊടുക്കുകയും വേണമെങ്കിൽ പുതുക്കിന് വളമിടുക ചെയ്താൽ മതി. അപ്പം ഒരു കശുമാവിന് ചുരുങ്ങിയത് എങ്ങനെ പോയാലും ഒരു 10 കിലോയുടെ മേളിൽ അണ്ടി ചെറുപ്രായത്തിൽ തന്നെ കിട്ടാൻ തുടങ്ങും, ഒരു 5-6 വർഷം കഴിയുമ്പോൾ തൊട്ട്. അപ്പം 130 റുപ്യക്ക് മേളിൽ വിലയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലാഭമാണെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് കശുമാവ് കൃഷി പരാജയമാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരിക്കലും അതല്ല. പരാജയപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത് കശുമാവ് ഇനങ്ങൾ ധാരാളം ഇനങ്ങളുണ്ട്, കൃഷി ഭവനൊക്കെ ഇറക്കുന്ന കൃഷികളുണ്ട്. അതെല്ലാം മോശമെന്നാലും പറയുന്നില്ല. കാഷ്യൂക്കിങ്ങിനും സെൻറ്റ് ജോർജും സീസൺ തുടക്കം മുതൽ കായുണ്ട്, അവസാനം വരെ കായുണ്ട്. ഒരു നിലവാരമുള്ള കായാണ് അതിനും. അതുകൊണ്ട് ഒരിക്കലും ഈ ഇനങ്ങൾ കൃഷി ചെയ്താൽ പരാജയമല്ല. അപ്പോൾ സെലക്ട് ചെയ്ത് കൃഷി ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഒരിക്കലും കശുമാവ് കൃഷി പരാജയമായിരിക്കില്ല. അപ്പോൾ മത്തായി ചേട്ടൻ്റെ കൃഷിയും കൃഷിയിടവും വിശാലമായ കശുമാവ് നഴ്സറിയുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തയാഴ്ച മറ്റൊരു കഠിനാധ്വാനിയായ കർഷകനുമൊത്ത് നമുക്ക് കണ്ടുമുട്ടാം.